ഓരോ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ഈ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര ക്ഷീണമുള്ള ദിവസങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ. എന്നാലും ഈ വീഡിയോ ഒരിക്കലും ഒരു റയൽ മാഡ്രിഡ് ഫാനിന് അയച്ചു കൊടുക്കരുത്. അതിൻ്റെ കാര്യം വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ് കേട്ടോ. എസ്പെഷ്യലി ഈ മാച്ചിൻ്റെ കാര്യം, സിവിയ vs ബാഴ്സലോണ മാച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ ബാഴ്സലോണ ആരാധകരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിവിയക്കെതിരെ ഒരു മൃഗീയ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു FC ബാഴ്സലോണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി അവരുടെ ഹോം ഗ്രൗണ്ടിലേക്കാണ് മാച്ച് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇറ്റ് ഈസ് എ ഈസി വാക്ക് ഓവർ. പക്ഷേ കളി മൊത്തം മാറിപ്പോയി എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക. 2015 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിവിയയുടെ ഹോം ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ നാണം കെട്ട തോൽവിയാണ് ഇത് എന്നുള്ളതാണ്. അതിനൊരു ന്യായീകരണവും ഇല്ല. ഹൈലൈൻ ആണ് പ്രശ്നം, ഹൈലൈൻ ഡിഫൻസ് ആണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈൻ ഡിഫൻസിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ നമ്മളത് കളിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഹാൻസി ഫ്ലിക്ക് ഇല്ല, എന്ത് വന്നാലും ഒരു മാറ്റവും ഇല്ല, ഞാൻ അങ്ങനെ തന്നെ കളിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ FC ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ദിവസങ്ങൾ ഇനി ഒരുപാട് വരേണ്ടി വരും എന്നുള്ളതാണ് കാര്യം. നമുക്ക് പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ, നമുക്ക് നല്ല ഗോൾ കീപ്പർ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സംഭവങ്ങളില്ല എന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ 8ൻ്റെ അല്ല 18ൻ്റെ അല്ല 32ൻ്റെ പണി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ തോൽവി അക്സെപ്റ്റ് ചെയ്യാത്ത ടീമുകൾ, എസ്പെഷ്യലി കുറച്ച് ഫാൻ ഗ്രൂപ്പുകളുണ്ടല്ലോ, അവർ താഴെ വന്ന് എന്തായാലും കമൻറ്റ് ചെയ്യും. അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് അവർക്ക് അയച്ചു കൊടുക്കരുത് എന്നുള്ളത് കേട്ടോ. ഇത് എല്ലാ ഫാൻസിനെയും കുറിച്ചല്ല പറയുന്നത്. ചില ഫാൻസ് ഉണ്ട്, അവർ ഈ എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ജോസെ മൊറീനിയോ വൺസ് സെഡ് FC ബാഴ്സലോണ ഈസ് സോ ഒബ്സസ്ഡ് വിത്ത് റയൽ മാഡ്രിഡ്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കുമെന്ന് ചോദിച്ചു നോക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റയൽ മാഡ്രിഡ് കളിച്ചു പോലും ഇല്ലല്ലോ, അതിന് നിങ്ങളെന്തിനാ ദിസ് ഈസ് കോൾഡ് സ്മോൾ ക്ലബ്ബ് മെൻറ്റാലിറ്റി എന്നും പറയും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അവർക്ക് അയച്ചു കൊടുക്കരുതെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഈ മാച്ചിനെ കുറിച്ചുള്ള ഒരു വീക്ഷണകോണകം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ല ക്ഷീണത്തിലാണ്. സോ വിസ്ക ബാസ വി വിൽ കം ബാക്ക് സ്ട്രോങ് ബിക്കോസ് ഹാൻസി ഫ്ലിക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ബാഴ്സയെ ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ we trust him.